നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ ലൈഫ് നിൽക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗോൾസും ഡ്രീംസും ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചവിടെ നമ്മുടെ മനസ്സ് നിൽക്കണം. അല്ലാണ്ട് നമ്മളിങ്ങനെ പാറിപ്പറക്കാൻ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങും എത്താണ്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ മനസ്സിൽ നിർത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഇൻസ്റ്റന്റ് പ്ലഷർ തരുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ആ ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെള്ളം അടിക്കുന്നത് അല്ലേ, നമ്മൾ ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനം, അപ്പോൾ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനോ, അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനോ, ചില്ല് ചെയ്യാനോ, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യും. ഒന്നില്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ പിടിപെട്ടിട്ടുണ്ടായിരിക്കും, നമുക്കൊരു അഡിക്ഷൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം വിട്ടാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോട്ട് വരും, ചെയ്യായിരുന്നു, കുറച്ച് അടിപൊളിയായിട്ടുള്ള വിഷയമാണല്ലോ, ചെയ്യാം തോന്നും. പക്ഷെ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് നേരത്തിനേ ഉള്ളൂ അല്ലേ. നമ്മൾ ഇതിലൂടെ നമുക്കൊന്നും കിട്ടുന്നില്ല. ഈ സന്തോഷം നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കാനും പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇൻസ്റ്റന്റ് പ്ലഷർ തരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാവുക. അപ്പോൾ ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിൽക്കുക. അത് മാത്രമാണ് നമ്മുടെ കൂടെ, കുറച്ച് ടൈം ഇട്ട് എഫേർട്ട് ഇട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷം മാത്രമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മെന്റൽ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റൽ വെൽബീയിങ് എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മനസ്സിരിക്കുന്നത്, നമ്മുടെ തീരുമാനങ്ങൾ ഇരിക്കുന്നത്, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ഇമോഷൻസ് ഇരിക്കുന്നത്, നമ്മുടെ ഫീലിങ്സ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം മനസ്സിലായിട്ട് എടുക്കാനായിട്ട്. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് നമ്മൾ നല്ല ഫുഡ് കൊടുക്കുമ്പോഴാണ് ശരീരം ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതുപോലെ ഇരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നല്ല രീതിക്ക് ഔട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ല നല്ല തോട്ട്സ് ഉള്ളിലേക്ക് എടുക്കുക, നല്ല നല്ല തീരുമാനങ്ങൾ ഉള്ളിലോട്ട് എടുക്കുക, നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഒന്നും നടക്കില്ല, അത് നടക്കുന്നില്ല, എനിക്ക് അതില്ല ഇതില്ല പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മനസ്സും ഓട്ടോമാറ്റിക്കലി, നമ്മുടെ മെന്റൽ ഹെൽത്തും ഓട്ടോമാറ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കും. മെന്റൽ സ്റ്റെബിലിറ്റി നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊന്നുമില്ലാത്തൊരു ഫീൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നി തുടങ്ങും. നമ്മുടെ ഇമോഷൻസ് വീക്കാവും, ഫീലിങ്സ് വീക്കായി തുടങ്ങും. അപ്പം അതിനൊക്കെ പകരം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുന്നിലോട്ട് കൊടുക്കുക. മനസ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തികളും ഒക്കെ. മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കയ്യിൻ്റെ ഉള്ളിലിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, മെഡിറ്റേഷൻ. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് നിൽക്കും, ഒരു കാര്യത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വിചാരിക്കുന്നവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ അരമണിക്കൂർ 1 മണിക്കൂർ ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. മെല്ലെ ചെയ്തിട്ട് കുറേ ടൈമിലേക്ക് നമുക്കത് എത്തിക്കാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 10-20 മിനിറ്റെങ്കിലും ഡെയിലി ചെയ്യാനായിട്ട് നോക്കുക. വളരെ കാമായിട്ടുള്ള, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഡെയിലി റുട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നാൽ മതി. ശ്വാസം മെല്ലെ എടുത്ത് മെല്ലെ റിലീസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ അതിലായിരിക്കും പോവുക. അങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ബോഡി ആക്ടിവിറ്റീസ്, എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നതും വിടുന്നതും, അപ്പോൾ എന്താണ് നടക്കുന്നത്, പ്രകൃതിയിലെ സൗണ്ടുകൾ, അങ്ങനെ കാമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, കേൾക്കാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് 10 മിനിറ്റിൽ നിന്നും ഒരു 20 മിനിറ്റ് ആക്കി, 20 മിനിറ്റിൽ നിന്നും 30 മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ പോകെ നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ മൈൻഡൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കൈവെള്ളയിൽ നിൽക്കും. ഒരിക്കലും മൈൻഡ് തോന്നിയ പോലെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, മൈൻഡിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. സോ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലോണം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റിൽ നിന്നും മെല്ലെ തുടങ്ങിയാൽ മതി. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് വിധേയന നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ കുറച്ചുകൂടെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ ഇമോഷൻസിനെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം, മനസ്സിനെ കൈവെള്ളയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്കറിയണം നിങ്ങൾ
എന്ത് ചെയ്താലാണ് നിങ്ങൾ ഹാപ്പി ആവുന്നത്, എന്ത് ചെയ്താലാണ് നിങ്ങൾ കൺട്രോൾ ആവുന്നത്, എന്ത് ചെയ്താലാണ് നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ഇരുത്തി ചിന്തിക്കുക. കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, തീരുമാനങ്ങൾ എടുക്കുക. എപ്പോഴും ബുദ്ധിപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കുറച്ച് ഇമോഷൻസും കൊണ്ടുവരണം. ഇമോഷൻസ് മാത്രം ചിന്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുവരണം. ബുദ്ധിപരമോ ആയിരിക്കണം, കുറച്ച് ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കാനായിട്ട് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിൽ കുറേ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനത്തെ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ മാത്രമേ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ മെൻ്റൽ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ മെല്ലെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.